ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്ന് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ പറ്റിയൊരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി നോക്കിയാലോ? നോക്കാം. അതിനായിട്ട് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് വെളിച്ചെണ്ണ ചൂടാകുന്നതിന് മുന്നേ തന്നെ ഏലക്ക, കറുവപ്പട്ട, ഗ്രാമ്പൂ അങ്ങനെ 2-3 സ്പൈസസ് വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് ചെറുതായി അരിഞ്ഞ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് അതൊന്ന് കളർ മാറി വരണ്ട, വെന്ത് വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. 2-3 മിനിറ്റ് ഒന്ന് ഇളക്കുമ്പോഴത്തേക്ക് ചിക്കൻ്റെ പുറത്തൊരു ദണ്ഡം നോക്കിക്കാൻ ഒരു ചെറിയ വെള്ള കളർ പോലെ വരും. കളർ മാറി അതിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഇട്ട്, ഉരുളക്കിഴങ്ങാണേ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര ഇട്ടിട്ട് അതിന് ചിക്കൻ വേവാനും ഒക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ, നിങ്ങൾ തേങ്ങ പിഴിഞ്ഞ് എടുക്കുന്നെങ്കിൽ 2-ാം പാൽ, പൊടിയെ കലക്കുന്നെങ്കിൽ നേർമയായിട്ട് പൊടി കലക്കിയിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോൾ നമുക്ക് ഈ കിഴങ്ങ് ഒന്ന് 3-4 പീസൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. അങ്ങനെ ഞാനതെല്ലാം ഉടച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓടിവായോ, കൂടെ ആ ബെല്ലൈക്കൺ കൂടി അങ്ങ് അമർത്തിക്കും. എന്നാലേ അടുത്ത റെസിപ്പി ഞാനിടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പം അതേണ്ട ഞാനതെല്ലാം ഉടച്ചെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും, പിന്നെ ഈ വെള്ള കളർ ഇഷ്ടമല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടത്. നിങ്ങളുടെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇട്ടാൽ മതി. അതിലോട്ട് പിന്നെ നല്ല നിങ്ങൾ തേങ്ങ പിഴിയുന്നെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുറുകിയ പാൽ, 1-ാം പാൽ, അല്ലെങ്കിൽ പൊടിയാണെങ്കിൽ നന്നായിട്ട് കുറുക്കി അതൊന്ന് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് തിളയ്ക്കരുത്. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറി പിരിഞ്ഞ പോലെ ആയിപ്പോവും കേട്ടോ. അതൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ചട്ടിയിൽ ഒരു ശകലം മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കൊച്ചുള്ളിയും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. കൊച്ചുള്ളി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കറിക്ക് സ്റ്റൂവിനകത്തോട്ട് ഇതങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അപ്പം തന്നെ ഇളക്കരുത് കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചേക്കാം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ചെറു ചൂടോടെ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.